ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സാർ നമ്മൾ കഴിഞ്ഞ ദിവസം ആമസോണിൽ കണ്ടുള്ള മൂവിയാണ് B32 തൊട്ട് മുതൽ 44 വരെ എന്നുള്ള മൂവിയാണ്. ഇത് പ്രധാനമായിട്ടും ഒരു അവാർഡ് വിന്നിങ്ങിലെ പ്രതീക്ഷിച്ച ചിത്രം തന്നെയായിരുന്നു. ഈ ചിത്രം ഒരു സ്ലോ പടമാണ്. ഇതിലെ ശ്രുതി ശരണയമാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്ത പുതുമുഖ ഡയറക്ടറാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കാശ് നോക്കിക്കഴിഞ്ഞാൽ അനാർക്കൽ മാരിക്കർ അതുപോലെ തന്നെ രമ്യ നമ്പീശൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാശിങ് വന്നിട്ടുള്ളത്. ബാക്കി കുറച്ച് വ്യക്തികളുണ്ട്, അവരെ പേരറിയില്ല, അതുകൊണ്ടാണ് എടുത്ത് പറയാത്തത്. B32 മുതൽ 44 വരെ എന്ന് പറയുമ്പോൾ അതിൽ ഉദ്ദേശിച്ച സ്ത്രീകളെ ബ്രസ്റ്റ് എന്ന് പറയുന്നതിനാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം അവർ പലയിടത്തും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും തുറിച്ചു നോട്ടങ്ങളും ഉള്ള പ്രശ്നങ്ങൾ, അത് കുറവായിട്ട് വരുന്നുള്ള പ്രശ്നങ്ങൾ, ഫീഡിങ് പ്രോബ്ലം കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലെടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഭയങ്കര സ്ലോ ആയിട്ടാണ് പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ആർക്കും ചില ഭാഗത്തൊക്കെ ഭയങ്കര കൺവിൻസിങ് ആയി തോന്നില്ല. ഒരു പക്ഷേ സ്ത്രീകൾക്ക് കണ്ടാൻ ശ്രമിച്ചിരിക്കാം. എങ്കിൽ പോലും പറഞ്ഞിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള അവതരണ രീതി കൊള്ളാമായിരുന്നു. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള സ്റ്റോറി ത്രെഡ്, കാരണം മലയാള സിനിമയിൽ ഇന്ന് വരെയും ഇതൊരു ചർച്ച വിഷയമായിട്ട് ഇങ്ങനൊരു ചിത്രം വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടോ അതിൻ്റെ സൈസ് ഓരോ, കാരണം ഇതിൽ പല പല കഥാപാത്രം കാണിക്കുന്നുണ്ട്. ഏകദേശം 4ഓളം സ്ത്രീ കഥാപാത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർ ബി എന്ന് പറഞ്ഞിട്ട് അവരെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ബ്രസ്റ്റ് സൈസ് എത്രയാണോ അത് കാണിച്ച് പോകുന്നു. പിന്നീട് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ചിലവർക്ക് അത് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലവർക്ക് സൗന്ദര്യമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ചിലവർക്ക് അത് കുറവായി പോകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതിലൊരു ഒരു +2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇതിൽ പ്രഗ്നൻ്റ് ആകുന്ന ഭാഗം കാണിക്കുന്നുണ്ട്. അവൾ അമ്മയാവുന്നു, പക്ഷേ അവൾ ഇമോഷണലായിട്ടുള്ള കുറച്ച് സീൻസുകളൊന്നും തന്നെ ഇതിൽ കണ്ടെയ്ൻ ശ്രമിക്കുന്നില്ല. എങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് അവളുടെ പ്രശ്നം കാരണമൊന്നും പറഞ്ഞു പോകുന്നില്ല. ലാസ്റ്റത്തിലേക്ക് എല്ലാ സ്ത്രീകളും കൂടി ഒന്നാവുന്നു, അതിനെ അതിജീവിക്കുന്നു. ഇതൊരു പ്രശ്നമല്ല എന്നൊക്കെ പറയുന്നു. അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ എന്താ പറയുക, വേസ്റ്റ് ബാക്കറ്റിൽ കളയുന്നതൊക്കെയാണ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. രമ്യ നമ്പീശനാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ചില സീൻസും കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയായിരുന്നു. പിന്നെ അനാർക്കൽ മാരിക്കർ തുടക്കത്തിൽ നമ്മൾ പണ്ട് ഓർക്കുന്നുണ്ടെന്നൊന്നും ആ ഒരു ചെറിയ സബ്ജക്റ്റ് ഇതിലേക്ക് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ബൈക്കും ഒരു പെൺകുട്ടീനെ ഒരു സ്കൂൾ +2ലോ 10ലോ പഠിക്കുന്ന ഒരു കുട്ടീനെ കീഴിട്ട് കുറച്ച് സമയത്ത് പിടിച്ചോടെന്ന് ചോദിക്കുന്നൊരു ഭാഗം നമ്മൾ ന്യൂസിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അങ്ങനെ ഡയലോഗും ഇതിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ അന്നത്തെ പേപ്പർ കട്ടിങ്സുള്ള ന്യൂസാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷേ അന്നത്തെ സമൂഹത്തിലും ഇന്നും സ്ത്രീകൾ അനുഭവിക്കുന്നതായിരിക്കാം. കാരണം ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം തന്നെയാണ് ആ ഒരു ഘടകം, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടാത്തത്. അപ്പോൾ നമ്മളെപ്പോഴും സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കാരണം പലയിടത്തും പല സൈസാണെങ്കിലും പല തുറിച്ച് നോട്ടങ്ങളാണെങ്കിലും നോട്ടം എങ്ങടെ പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് ഈ തുറിച്ച് നോട്ടം അല്ലെങ്കിൽ ഇങ്ങനൊരു ചിന്താഗതി എന്താണത്, ഇത്ര വലിയ സംഭവമാണെന്നുള്ള ചിന്താഗതി ചിന്തിച്ച് നടക്കുന്നവർക്കുള്ളൊരു മറുപടി തന്നെയാണ് B32 മുതൽ 44 വരെ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടു നോക്കുക. കാണാൻ ഞാൻ നിർബന്ധിക്കില്ല, കാരണം അത്ര പെട്ടെന്ന് ആർക്കും തന്നെ ഒരു ആക്ട് ആവാൻ തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാതിരിക്കും. ബൈ.